ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നിഹാൽ പെർസ്പെക്റ്റീവ്. യെസ്, അങ്ങനെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്ത് 8ാം ക്ലാസ്സുകാരോടാണ് ഈ വീഡിയോ. പ്രധാനമായും നിങ്ങളുടെ പുതിയ ടെക്സ്റ്റ് ബുക്ക്, അതായത് ഈ വർഷം 8ാം ക്ലാസ്സിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നുണ്ട്. പുതിയ സിലബസാണ്, പുതിയ സംവിധാനങ്ങളാണ്, ഓൾ പാസ് സിസ്റ്റം ഒഴിവാക്കിയിട്ടുണ്ട്, മിനിമം മാർക്ക് വേണം, ഇങ്ങനെ ഒരുപാട് കാര്യം നമ്മളിങ്ങനെ എയറിലിങ്ങനെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ഥിരീകരണം ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കൈമിൽ കിട്ടിയാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും അല്ലേ? എന്നാൽ നിങ്ങൾ വിശ്വസിക്കാൻ ഇടയിരുന്നുള്ളൂ, ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ 8ാം ക്ലാസ്സിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സ്കൂളുകളിലേക്ക്, പല സ്കൂളിലേക്കും എത്തിയിട്ടുണ്ട്. വിത്തിൻ 1 വീക്ക് എല്ലാ സ്കൂളിലേക്ക് എത്തും. വിത്തിൻ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ മെയ് പകുതിയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ മിക്കവാറും സ്കൂൾ തുറന്നതായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തില്ല. അതിന് മുന്നേ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്ന പരിപാടി നമുക്കുണ്ടോ? 8ാം ക്ലാസ് കുട്ടിയൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? സ്കൂൾ തുറന്നതിന് ശേഷമാണ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ വന്ന പുതിയ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ പ്രധാനമായും ഈ വർഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കാണുന്ന 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് ഞാൻ വളരെ സവിനയം പറയുന്ന ഒരു കാര്യമാണ്, മക്കളെ പഠിക്കണം. എനിക്കറിയാം മെജോറിറ്റി സംഭവിക്കുന്ന ഒരു കാര്യം, അതൊരു 7ാം ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 6, 7, 8 നമ്മൾ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് പോലും പലപ്പോഴും വലിയൊരു ശ്രദ്ധ കൊടുക്കാറില്ല. 8 കഴിഞ്ഞിട്ട് 9ാം ക്ലാസ്സിലേക്ക് നമ്മൾ പറയാം, അടുത്ത വർഷം 10ാം ക്ലാസ്സാണ്, നമ്മൾ നന്നായി പഠിച്ചോളണം കേട്ടോ, അതങ്ങനെ പറയുള്ളൂ. അവസാനം 10ാം ക്ലാസ്സിലെത്തും, SLC എത്തുമ്പോഴാണ് നമ്മളെല്ലാ പ്രഷറും ഈ കുട്ടികളെ തലയിട്ട് കൊടുക്കുക. സോ ഡോണ്ട് ഡു ദാറ്റ്. ഒരിക്കലും പാരൻസ് അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങളും അതിന് നിന്ന് കൊടുക്കാനും പാടില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് മുതൽ പഠിച്ചു തുടങ്ങുക നിങ്ങൾ. കാരണം 8ാം ക്ലാസ്സിൽ കൃത്യമായി ബേസോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വിദ്യാർത്ഥിക്ക് 9ലെത്തുമ്പോഴും 10ലെത്തുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ട് വരും. കാരണം അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സിലബസ് ഒക്കെ മാറിയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിലെത്തി, നിങ്ങളൊരു പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. 9ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞ വർഷം മാറിയിട്ടുള്ളൂ. സോ അവിടെയും വലിയ ഒരു പഴയതല്ല, പുതിയ കാര്യങ്ങളാണ്. 10ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് ഈ വർഷം മാറി. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങളാണ്, ഒരുപാട് കണ്ടൻറ്റൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ 8ാം ക്ലാസ് ഒരു ഹൈസ്കൂളിൽ നിങ്ങൾ എത്തിയ വിദ്യാർത്ഥികളാണ്. ഇപ്പം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ? ഇനി നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി ഓരോ ടെക്സ്റ്റ് ബുക്കിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ, നിങ്ങളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിഹാൽ സാർ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. സോ ആദ്യമായി കാണുന്ന ആളിൽ നിന്ന് നിർബന്ധമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓളവോ നിങ്ങളുടെ കൺസേൺ എന്തൊക്കെയാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന പുതിയ കാര്യങ്ങൾ, പുതിയ സംവിധാനങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ അടുത്തൊരു എക്സ്ക്ലൂസീവ് വീഡിയോ കാണുന്നത്. താങ്ക് യു സോ മച്ച്. ബൈ.